ADM നവീൻ ബാബു അദ്ദേഹം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ, അദ്ദേഹത്തെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? ചോദ്യങ്ങൾ അങ്ങനെ ഒരുപാട് നമുക്ക് മുന്നിൽ ബാക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെയുള്ള സമരത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ പങ്കെടുത്തതൊക്കെ വലിയ ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവായിരുന്ന ഒഞ്ചിയത്തെ പോരാളിയായിരുന്ന TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊലപ്പെടുത്തിയ പാർട്ടിക്ക് ADM നവീൻ ബാബുവിനെ പോലുള്ള ഒരാളെ കൊലപ്പെടുത്താൻ വലിയ താമസമുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ച് രംഗത്തെത്തിയിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കാരണം അതൊക്കെ തെളിഞ്ഞു വരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള ചർച്ചകൾ അത്ര നല്ലതാണ് എന്ന് തോന്നുന്നില്ല. എങ്കിലും ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാവുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും കുടുംബം ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിക്കോളൂ എന്ന് ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു എന്നുള്ള തരത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, ഈ കേസ് തുടങ്ങിയ അന്ന് മുതൽ 2024 ഒക്ടോബർ 17 രാവിലെ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിനുശേഷം നടത്തിയ നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികൾ എവിടം വരെ എത്തി? അത് കുടുംബം അറിഞ്ഞുകൊണ്ടാണോ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്? അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെ ആരാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്? അദ്ദേഹത്തിന്റെ അനുജൻ, അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരാൾ കൃത്യമായി പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിൽ, അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് വരെ ഇതിലെ ദൃക്സാക്ഷിയായ, അതായത് നവീൻ ബാബു ഒരു വാഹനത്തിന്റെ അകത്ത് കയറിയിരുന്ന് കുറച്ച് പേരോടൊപ്പം ഇരുന്ന് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞ വീണാമണി കൃത്യമായി പറയുന്നുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. പോലീസ് സർജൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ എന്ന് പറയുന്നത് കട്ട സഹാവാണ്. അദ്ദേഹം ഈ ഗൂഢാലോചനകൾ നടത്തിയതിന് ശേഷം ഇത് വെറുതെ ഈ മുഖമൊക്കെ കെട്ടി അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞ് കൊടുത്തതാണ് എന്നാണ് വീണാമണി പറയുന്നത്. മാത്രമല്ല, ഈ വീണാമണി എന്ന് പറയുന്ന വ്യക്തി ഈ നവീൻ ബാബുവിന്റെ മരണ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലെ പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലെ വീട്ടിലെത്തുന്നു. അവിടെ വച്ച് ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു. ഇതിൽ ദുരൂഹതയുണ്ട്, നിങ്ങൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും അത് പറയേണ്ട സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുജനായ അഡ്വക്കേറ്റിനോട് ഇത് പറയുന്നത്. പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം CPM അവിടെ ഒരു വലിയ സുരക്ഷിത വലയം തീർത്തിരുന്നു. ഈ ഡെഡ് ബോഡി സംസ്കരിക്കുന്നത് വരെ, അതായത് ചിതയിൽ വെച്ച് തീ കൊളുത്തി സംസ്കരിക്കുന്നത് വരെ CPM തീർത്ത ഒരു സംരക്ഷണം അതവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് CPM എന്താണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കുന്നു. സർക്കാർ പറയുന്നു CBI അന്വേഷണം വേണ്ട, CBI കേന്ദ്രം കൂട്ടിലിട്ട തത്തയാണെന്ന് MV ഗോവിന്ദൻ പറയുന്നു. അതായത് CBI വന്നാൽ കൃത്യമായ അന്വേഷണം നടത്തും. അത്തരത്തിൽ അന്വേഷണം നടന്നാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. കാരണം PP ദിവ്യയുമായി ബന്ധപ്പെട്ട സ്വത്ത് വിവരങ്ങൾ ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അനധികൃതമായ ബിനാമി ഇടപാടുകൾ PP ദിവ്യയ്ക്കുണ്ടെന്നും PP ദിവ്യയുടെ ഭർത്താവ് കോടിക്കണക്കിന് സ്വത്തുക്കൾ കൈക്കലാക്കിയെന്നും ഒക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, 2-3 ദിവസങ്ങൾക്ക് മുൻപ് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ പുറത്തുവിട്ടിരുന്ന കാര്യമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന് മറുപടിയായി PP ദിവ്യ നമുക്ക് കോടതിയിൽ പാക്കലാം, ഇതല്ല ഇതിനപ്പുറവും കണ്ടിട്ടുള്ളവരാണ് സഹാക്കന്മാർ, ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതിന്റെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനോടൊപ്പമുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടാണ്
KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് മറുപടി നൽകിയത് എന്നുള്ളതാണ്. എന്തായാലും ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതൽ കളക്ടർ അരുൺ കെ വിജയന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. മാത്രമല്ല തൃച്ചംബരം അതിനടുത്തുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് ഭൂമി ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ആറള ഫാമുമായി ബന്ധപ്പെട്ട ചില ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അരുൺ കെ വിജയനോട് നവീൻ ബാബു പോയി പറഞ്ഞു തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഏതു കാര്യത്തിലാണ് പറഞ്ഞത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇത്രയും ബിനാമി ഇടപാടുകളുള്ള ഈ ഭർത്താവിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വത്തുകൾ സമ്പാദിച്ച PP ദിവ്യയ്ക്ക് എന്ത് യോഗ്യതയാണ് നവീൻ ബാബു ആ യാത്രയയപ്പ് ചടങ്ങിൽ എത്തിയപ്പോൾ നവീൻ ബാബുവിനെ അവഹേളിച്ച് അപമാനിച്ച് നാണം കെടുത്തി അത് വീഡിയോയിൽ പകർത്തി ആ വീഡിയോ പ്രചരിപ്പിക്കാൻ, മാത്രമല്ല മുനീശ്വരൻ കോവിലിൽ ഷംസുദ്ദീൻ ഇറക്കി വിട്ടു എന്ന് പറയുന്ന നവീൻ ബാബു കാസർഗോഡ് നിന്ന് വന്ന ഏത് സുഹൃത്തിനെയാണ് കണ്ടത്? ആ സുഹൃത്ത് ഇപ്പോഴും കാണാമറയത്താണ്. 8 മണിക്കുള്ള ട്രെയിനിൽ വീട്ടിലേക്ക് എത്തും. വെളുപ്പിന് 5 മണിക്ക് ഞാൻ പത്തനംതിട്ട അല്ലെങ്കിൽ മലയാളപ്പുഴയിലെ വീട്ടിലേക്ക് എത്തും, തന്നെ വിളിക്കാൻ വരണമെന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞതിന് ശേഷം ഫോൺ വച്ച നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ചോദ്യങ്ങൾ ഇപ്പോഴും നീളുന്നു. പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയതൊക്കെ നമ്മൾ മറന്നുപോകും. അങ്ങനെ മറന്നു തുടങ്ങിയിരിക്കുന്നു നവീൻ ബാബുവിന്റെ വിഷയവും എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ആരാണ് അന്വേഷിക്കുന്നത്? കണ്ണൂരിലെ 6 സംഘത്തെ അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ 6 സംഘത്തിന്റെ അന്വേഷണം എവിടം വരെയായി, ഏതുവരെയായി? പോലീസിനെ വിശ്വാസമുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ പറയുമ്പോഴും ആ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് അവർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. CBI അന്വേഷണം വേണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് മഞ്ജുഷ നിൽക്കുന്നത്. അതിനുവേണ്ടി അവർ ഹൈക്കോടതിയിലും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലും ഒക്കെ ഹർജി നൽകും. CBI അന്വേഷണം വന്നാൽ മാത്രമേ സത്യസന്ധമായി ഈ കേസ് തെളിയുകയുള്ളൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മഞ്ജുഷയും കുടുംബവും എന്നുള്ളത്. എന്തായാലും മഞ്ജുഷ ഇപ്പോൾ CPM-ൽ എന്നുള്ളത്, CPM-ന്റെ ശത്രുപക്ഷത്താണ് അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു CPM അനുഭാവിയായ ഒരു കുടുംബമാണ്. ചെറുപ്പം മുതൽ CPM-നെ അല്ലെങ്കിൽ ചെങ്കൊടിയെ മനസ്സിലേറ്റി ജീവിച്ച ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനാണ് ഇത്രത്തോളം അധപ്പതനം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്രത്തോളം വേദനയും ദുരൂഹമായ ഒരു മരണവും ഉണ്ടായത്. ഏറ്റവും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ആരൊക്കെയോ ശ്രമിച്ചത്. ചില സത്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പണ്ട് TP ചന്ദ്രശേഖരനെ കുലം കുത്തി എന്ന് വിളിച്ച അതേ ഭരണകൂടം തന്നെയാണ് ഇപ്പോഴും, അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും കേരളം ഭരിക്കുന്നത്. അന്ന് TP ചന്ദ്രശേഖരൻ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം നിശ്ചിതമായി CPM-നെ വിമർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വളരെ മൃഗീയമായി അദ്ദേഹത്തെ മാഷാള്ള എന്ന് പറയുന്ന വാഹനം വന്ന് അദ്ദേഹത്തെ നടു റോഡിലിട്ട് വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം ഉയർന്നു വന്ന ഒരു കത്തി ജ്വലിക്കുന്ന സൂര്യനായി നമുക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ KK രമയെ പറയാൻ കഴിയും. കാരണം KK രമ പിന്നീട് നടത്തിയ കാര്യങ്ങളൊക്കെ KK രമയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ ചൂണ്ടുവിരലിൽ നിർത്തുന്ന ഒരു പോരാളിയെ നമുക്കവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മഞ്ജുഷയും ഒരു പോരാളി തന്നെയാണ്. നിശബ്ദയായ ഒരു പോരാളിയാണ് മഞ്ജുഷ. തീർച്ചയായിട്ടും അവരുടെ ഭർത്താവിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല. അത് മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.